ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു. നമ്മൾ ഏതാ പഠിച്ച ന്യൂ നമ്പേഴ്സ് പഠിച്ചു, അതിന്റെ അഡീഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കുന്നത് ഡിവിഷൻ ആണ് അതിൽ പഠിക്കാനുള്ളത്. നമ്മൾ സാധാരണ സംഖ്യകൾ എങ്ങനെയാണ് ഡിവിഷൻ നടത്തുന്നത് അതേ തിയറി തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ടെക്നിക്സും കുറച്ച് ഐഡിയാസ് എന്താ നമുക്കറിയില്ല. ഇപ്പൊ രണ്ടും മൂന്നും നമ്മൾ ഒരു ഡിവിഷൻ ചെറിയ ചെറിയ ഐഡിയാസ് നമ്മൾ കുറച്ച് ഇംപ്ലിമെന്റ് ചെയ്യും. 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ നിലവാരത്തിലുള്ള ചില ഐഡിയാസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു മോഡൽ കാണിച്ചിട്ടാണ് നോക്കിയത്. അതായത് നമുക്കറിയാം 5 × 2 എത്രയാ? 5 × 2 സമം 10 എന്ന് നമ്മൾ എഴുതാം. 5 × 2 സമം 10 എന്ന് നമ്മൾ എഴുതി. ഇത് നമുക്ക് വേറെ എന്താ എഴുതാം? 10/5 സമം 2 എന്നും എഴുതാം. 10/2 സമം 5 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആവുന്ന ഞാൻ വിചാരിക്കുന്നു അല്ലേ? അത് നമ്മൾ ഇന്നലെ പഠിച്ചു. √3 × √5 എത്രയാ നമ്മൾ പഠിച്ചു? √15 ആണെന്ന് നമ്മൾ പഠിച്ചു. √15 ആണെന്ന് നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോ √15 / √5 എന്ന് പറഞ്ഞാൽ എത്രയാ? √3 ആയിരിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ √15 / √3 എന്ന് പറഞ്ഞാൽ √5 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ √15 / √3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ ഇതാക്കി എന്നിട്ടാ √15 / 3 എന്ന് നമ്മൾ എഴുതിയാൽ നോക്കിയ എന്തായി? 5 തന്നെയായി. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള തിയറീസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് തിയറി. ഞാൻ ഒരു പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. നമ്മൾ സാധാരണ ഡിവിഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 5 × 2 = 10 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ വേറൊരു രീതി എന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 10/5 = 2 അല്ലെങ്കിൽ 10/2 = 5. നമ്മുടെ നോർമൽ ഡിവിഷൻ. നമ്മൾ ന്യൂ നമ്പേഴ്സ് റൂട്ട് ഓഫ് വെച്ചുള്ള സംഖ്യകളുടെ ഡിവിഷൻ √3 × √5 എത്രയാ? 15 എന്ന് പറഞ്ഞാൽ √15/√5 എന്ന് പറഞ്ഞാൽ √3 ആണ്. √15/√3 എന്ന് പറഞ്ഞാൽ √5 ആണ്. അത് നമ്മളോട് ഒന്നുകൂടി മാറ്റിയത് √15/√3 നമ്മൾ ഒരു റൂട്ടിന്റെ ഉള്ളിലാക്കി എഴുതി. എന്ത്? √15 / 3 സമം √5 എന്ന് എഴുതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇതിൽ അപ്ലൈ ചെയ്യുന്ന സാധാരണ നിയമങ്ങൾ എന്ന് പറയുന്നത് മാഷ തീരുകൾ എഴുതാം. നിങ്ങൾ ബുക്കിൽ എഴുതാണെന്ന് മാഷ ഒന്നുകൂടി എഴുതുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കുക. ഏതൊക്കെയാ? നമുക്കറിയാം √x × √y സമം √z ആണെങ്കിൽ if √f × √y സമം √z ആണെങ്കിൽ √z / √x = √y ആയിരിക്കും. അല്ലെങ്കിൽ √z നമ്മൾ നേരത്തെ എഴുതിയില്ല. √y = √x അല്ലെ? √x ആയിരിക്കും. സാധാരണ അതേ തീയറികൾ തന്നെ. ഇനി വേറെ ഇല്ലുവേഷൻ വെച്ചാൽ √x / √y സമം √x / y ആയിരിക്കും. നിങ്ങൾക്ക് സാധാരണ നമ്മൾ അതേ എഴുതിയ 2, 3 നമ്മൾ x y വില കൊടുത്തു മാത്രം. √x നമ്മൾ എഴുതില്ലേ? അതായത് ഈ x യോട് നിർത്തി y യോട് നിർത്തിയപ്പോ √z/x √x/y എന്നുള്ളത്. ഇത് ഇതിന്റെ ബേസിക് ആയിട്ട് നമ്മുടെ ഡിവിഷൻസിന്റെ അതേ തിയറി തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ റൂട്ടൊക്കെ വെച്ച് വരുന്നു. ചില ഐഡിയാസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, നമുക്ക് ഞാൻ ചില എക്സാമ്പിൾസ് ഞാൻ ബോർഡിൽ ചെയ്യാൻ നോക്കിയോളാം. അവിടെയാണ് നമ്മുടെ ഐഡിയാസ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ പറയാം, ആദ്യത്തെ കണക്ക് മാഷ് തരാം. √3 × 2/√3 നമ്മൾ എങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ. എന്നിട്ട് വളരെ സിമ്പിൾ ആണ്. ഇത് രണ്ടും വെട്ടിപ്പോയി. ആൻസർ വിൽ ബി 2. വെറും സിമ്പിൾ. നമ്മളിത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എഴുതിയൊരു മോഡലായിട്ട് കാണിച്ചു തരുന്നത് മാത്രം. സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ കണക്കുകൾ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി വേറെ 2/√2 അതായിരിക്കും. 2/√2 എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തി വെച്ചിട്ട് 2 എന്ന് പറഞ്ഞിട്ട് √2 × √2 / √2 ആണ് അല്ലേ? അപ്പൊ ഇത് രണ്ടും വെട്ടിപ്പോയ ആൻസർ എന്തായിരിക്കും? √2 ആയിരിക്കും ആൻസർ. √2 ആയിരിക്കും ആൻസർ. എന്തൊരു സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി വേറൊരു മോഡൽ √3 × √2/3. അപ്പൊ നിങ്ങളത് എങ്ങനെ എഴുതും? √3 × √2 / √3. ഇത് രണ്ടും വെട്ടിപ്പോയി √2. ഇതെങ്ങനെ നമ്മൾ ചെറിയ ഐഡിയാസ് നമ്മൾ ഉപയോഗിക്കാൻ അറിയണം എന്ന് പറഞ്ഞത് പറഞ്ഞ് മനസ്സിലായ. ഇനി ഒരു മോഡൽ കൂടി നമുക്ക് പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഇതിന്റെ
ഡെസിമൽ ഫോമിൽ നിങ്ങൾ കാണുമെന്ന് വെച്ചിട്ട് ഇതുപോലത്തെ പ്രോബ്ലം തന്നു വിചാരിക്കും. ഡെസിമൽ ഫോമിൽ നിങ്ങൾക്ക് തരാൻ പറഞ്ഞത് തരുന്നത് 1/√2 സമം. ഇതിന്റെ പേര് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1/√2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ബേസിക് ആയിട്ട് നിയമം അറിയുന്നില്ല, താഴെ പോയിന്റ് വരാണ്ടാവണം. അപ്പൊ നിങ്ങൾ രണ്ട് സൈഡിലും നിങ്ങൾ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൽ 1 × √2 ഡിവൈഡഡ് ബൈ √2 × √2. അപ്പൊ അതിൽ 1 × √2 എന്ന് പറഞ്ഞാൽ √2 ഡിവൈഡഡ് ബൈ 2. ഇത് വ്യത്യാസം എത്രയാ? √2 എത്രയാ? 1.414 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയാ? 0.707 എന്ന് വരുന്നു. ഇത്തരം ഐഡിയാസ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറയുന്നത്. ഇത്തരം ഐഡിയാസ് ഉപയോഗിച്ച് കണക്ക് ചെയ്യാൻ നിങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? ഇതേപോലെ തന്നെ 1/√3 എന്ന് പറഞ്ഞാൽ √3 കൊണ്ട് ഗുണിക്കുക ഹരിക്കുക ചെയ്യുക. ഇതേ മെത്തേഡിലാണ് ചെയ്യുക. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലത്തെ കണക്കുകളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് പ്രോബ്ലം? ഞാൻ വായിക്കാം. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ഈക്വേറ്റഡ് ട്രയാങ്കിൾ ഓഫ് ദ റൈറ്റ് കറക്റ്റ് ടു മില്ലിമീറ്റർ. മില്ലിമീറ്ററിന് കറക്റ്റ് ഇതിന്റെ ഒരു ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത്? നമുക്ക് തന്നിരിക്കുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ ഈക്വൽ ആയിട്ടുള്ള ഇതിന്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ ആംഗിൾ ഇത് എത്ര ഡിഗ്രി? 60 ഡിഗ്രി. ഇത് എത്ര ഡിഗ്രിയാണ്? നമുക്കറിയാം 90 ഡിഗ്രിയാണ്. ഇത് എത്രയാ? 60. ഇത് എത്രയാണ്? 30 എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞാൽ 30, 60, 90 ആണെങ്കിൽ ഇത് A ആണെങ്കിൽ ഇത് 2A-യും ഇത് √3A അല്ല 1:√3:2 ഞാൻ എന്ന് പറഞ്ഞു മാത്രം. ഞാൻ കൊടുക്കാൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 4 ആണ്. 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 4 ആണ് അല്ലെ? 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളതല്ല 4. 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 4. 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് അതല്ല. അപ്പൊ ഇത് 4 ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് എഴുതി? ഇവിടെ 4 എന്ന് എഴുതി. അപ്പൊ √3A is equal to 4. A is equal to 4/√3. 4/√3 അല്ലേ? 4/√3 കിട്ടി. അപ്പൊ ഇത് എത്രയായിരിക്കും? 90ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2A. 2A is equal to 4/√3 into 2. അപ്പൊ എത്രയാ? 8/√3. മനസ്സിലാവില്ലേ? 8/√3. 8/√3 എന്ന് പറഞ്ഞപ്പോ എത്രയാ? 8/√3. അപ്പൊ 8 divided by 1.73. 1.73 ആയിരിക്കും ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. 8 divided by 1.73 ആയിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. കുറച്ചുകൂടി എളുപ്പമാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 1.73 ഡോട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8 into 1.73 അല്ലെങ്കിൽ നമുക്ക് √3 വെച്ച് ചെയ്യാം. 8 divided by അത് ചെയ്താൽ 8/√3 into √3/√3 എന്ന് പറയുമ്പോൾ എത്രയായി? 8 into √3 divided by 3 സമം 8 into 1.72 divided by 3. ഇത് ഗുണിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് ഏകദേശം 4.something ആണ് അതിന്റെ ആൻസർ വരാം. അത് നിങ്ങൾ ചോദ്യം ചെയ്യാം. നിങ്ങൾ ചെയ്ത മെത്തേഡ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു. നിങ്ങൾ ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞു 45, 90. അതെത്രയാ? 1:1:√2. ഇതാ 1:√3:2. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 60ക്ക് ഓപ്പോസിറ്റ് ആണ് 4. മനസ്സിലാക്കിയിട്ട് ആ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. കണക്ക് ചെയ്യുമ്പോ 60ക്ക് ഓപ്പോസിറ്റ് 4. അപ്പൊ നിങ്ങൾ ഇവിടെ √3 A = 4. അപ്പൊ A = 4/√3. ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് 4/√3 ആണ് ഇതിന്റെ വില. അപ്പൊ ഇതാ 2 into 4/√3 എന്ന് പറഞ്ഞാൽ 8/√3. 8/√3 എന്ന് നമുക്ക് കിട്ടും. 8/√3 അത് നമ്മൾ ചെയ്ത് ഞങ്ങൾക്ക് ഒരു സൈഡിലും കൂടി എഴുതിയത് മാത്രം. 8/√3. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? 8/√3 നമുക്ക് √3 കൊണ്ട് പോയിന്റ് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അടിയിലും മുകളിലും √3 കൊണ്ടും ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്തു. അപ്പൊ 8 into √3/3 സമം 8 into 1.72 into 3. അത് ഡിവൈഡ് ചെയ്യാം. ആ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ മാഷ് അടുത്ത കണക്ക് ചെയ്യാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മെയിൻ ആയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഈ സാധനം
കാണാപ്പാടം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് നിങ്ങൾ പഠിക്കുക. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ അത് പഠിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാണ്. വീണ്ടും ഞാൻ എഴുതി നോക്കിയേ 30, 60, 90. അപ്പൊ 1:√3:2 ഇത് രണ്ട് റേഷ്യോ. മറ്റേതാ 45:45:90 ആണെങ്കിൽ 1:1:√2 ഇതായിരിക്കും റേഷ്യോ. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 1. അതായത് ഇവിടെ 5 ആണെങ്കിൽ ഇത് 5ഉം ഇത് 5/√2. ഇവിടെ 5 ആണെങ്കിൽ ഇത് 5√3 ഇത് 10. ആ വരുന്ന സിസ്റ്റം മനസ്സിലാക്കുക. അത് മനസ്സിലാവാത്തവർ മാഷോട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത കണക്ക് ടെസ്റ്റിൽ നോക്കാം. ഞാൻ പറഞ്ഞേതാ prove that √2 plus 1 into √2 minus 1 is equal to 1. ഇതിന് prove that √2 plus 1 into √2 minus 1 is equal to 1. Use this to compute 1 by ഏത് കമ്പ്യൂട്ടർ ഉണ്ട് നമുക്ക് കേട്ട് പറയാം. ആദ്യം ഇത് പ്രൂവ് ചെയ്യാം. നോക്കിയാൽ ഇത് എന്താ a b. അപ്പൊ നോക്കിയേ a plus b into a minus b എന്താ a square minus b square. അതുപോലെ അപ്പൊ ഇതെന്താ √2 square minus 1 square സമയത്ത് 2 minus 1 സമം 1 minus 1. ഇത് അതിന്റെ അടുത്ത ഭാഗം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതേമാതിരി മെത്തേഡ് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം നിങ്ങൾ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ മാഷ് ചെയ്യണ ഓക്കെ. മാഷ് ഇത് എന്തെങ്കിലും ആയിട്ടാണ് ചെയ്യുക. എന്ന് പറഞ്ഞത് ടു കമ്പ്യൂട്ടർ ഏത് ഞാൻ അത് മാറ്റിയാണ് കമ്പ്യൂട്ടർ ചെയ്യേണ്ടത് പറഞ്ഞത്. എന്താണ് കമ്പ്യൂട്ടർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? യൂസിങ് ദിസ് കമ്പ്യൂട്ടർ 1/√2 minus 1. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 1 -√2 minus 1ന്റെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ നമുക്ക് എന്തറിയാം? നമുക്ക് ഒരു കാര്യം അറിയുന്നില്ല. 1/√2 plus 1 into √2 minus 1 is equal to എത്രയാ? 1 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഇത് ഇവിടെ നിർത്തി. √2 plus 1 ഇവിടെ നിർത്തി. അപ്പൊ ഇതെന്തായി? 1/√2 minus 1. അപ്പൊ ഇതിന്റെ വില കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഇതിന്റെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പൊ ഇതെന്താ? √2 1.41 plus 1 സമം 2.41. സിമ്പിൾ അല്ലേ? ആ √2ന്റെയും ഇതിന്റെയും വില നിങ്ങൾ കണ്ടുപിടിക്കാന്ന് മാത്രമാണ് ഇതിന്റെ ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാവില്ലേ? അതായത് ഈ വളരെ സിമ്പിൾ ആയിട്ട് a plus b into a minus b ബുദ്ധി വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഒരു കണക്ക് കൂടി നമുക്ക് ഇത് ചെയ്യാം. അടുത്ത നാളെ ഒരു ദിവസം നമുക്ക് കണക്ക് എക്സസൈസ് ചെയ്യാം. നാളെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഒരു കണക്ക് കൂടി എടുത്തിട്ട് മാഷം അവസാനിപ്പിക്കുകയാണ്. ബാക്കി ടെസ്റ്റിന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഈ ഐഡിയാസ് വെച്ച് ചെയ്യാം. ബാക്കി നാളെ ഒരു ദിവസം കൂടി മാഷിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ 4ാമത്തെ കണക്കാണ് നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത്. എന്താ ഫോർത്ത് 4ാമത്തെ കണക്ക്. അത് കണക്ക് സിംപ്ലിഫൈ √3 - 2 into √3 + 2. അപ്പൊ ആദ്യം അത് ചെയ്യാം. √3 - 2 into √3 + 2ന്റെ വില നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. നേരത്തെ അതേ മോഡൽ കേട്ടോ. √3 - √2 into √3 + √2. a plus b into a minus b. അപ്പൊ എത്ര? √3 square minus √2 square എന്ന് പറഞ്ഞാൽ 3 - 2 സമം. എന്ത് സിമ്പിൾ ആണ് നോക്കി. വളരെ സിമ്പിൾ അല്ലേ? ഇത് ഒരു ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ആകെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് എന്ന് പറഞ്ഞാൽ √3 square a plus b a minus b a plus b into a minus b എന്ന് പറഞ്ഞാൽ a square minus b square. അപ്പൊ √3 square minus √2 square സമം 3 - 2 സമം 1. ഇനി എന്താ പറഞ്ഞില്ല? യൂസ് ദിസ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞില്ല? 1/√3/2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. 1/√3/2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 1/√3/2 നിങ്ങൾ എന്ത് ചെയ്തു? 1/1 നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ മുകളിലും അടിയിലും √3 + 2നെ √3 minus √2 അല്ലേ? √2 കാണാൻ പറഞ്ഞു. അപ്പൊ √2 plus √2 divided by √3 minus √2 into √3 plus √2. നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല. അടിയിലും മുകളിലും √3 plus √2 വെച്ചിട്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു, അടിയിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അടിയിലും മൾട്ടിപ്ലൈ ചെയ്താൽ ഒരേ റൗണ്ട് കുളിക്കുകയും ഹരിക്കുമ്പോൾ വിലയ്ക്ക് മാറ്റം വരാത്തുണ്ട്. അപ്പൊ എന്തായി? മുകളില് √3 plus √2 ഡിവൈഡഡ് ബൈ ഇത് നമുക്കറിയാം. ഇതിന്റെ വാല്യൂ എത്രയാ? നമ്മളിപ്പോ പ്രൂവ് ചെയ്ത് 1 എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തിട്ടില്ലേ? 1. അപ്പൊ എത്രയാ? √3 plus √2 എന്ന് പറഞ്ഞാൽ എത്രയായി? 1.723 plus 1.41. ഇത് രണ്ടും കൂട്ടിയിട്ടാ മതി. ഇതേപോലെ തന്നെ
നിങ്ങൾ അടുത്തതും കണ്ടുപിടിക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾ അടുത്തതും കണ്ടുപിടിക്കുക. മാഷ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കാരണം ബുദ്ധിമുട്ടൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് സംശയം മാഷോട് ചോദിക്കുക. അതിന്റെ 6ാമത്തെ കണക്കുണ്ട്, നിങ്ങൾ ചെയ്യണമെന്നില്ല. അതൊരിക്കലും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ കുത്തിപ്പിടിക്കേണ്ട, ആ കണക്ക് വിട്ടേക്ക്. ഓക്കെ, അപ്പൊ മാഷ അവസാനിപ്പിക്കുകയാണ്. നാളെ മാഷ നമ്മൾ കുറച്ച് കഴിഞ്ഞ കൊല്ലം പരീക്ഷകൾക്ക് വന്ന് കണക്കുകളും കാര്യങ്ങൾക്ക് 2-3 എക്സ്ട്രാ കണക്ക് ചെയ്താൽ നാളത്തോടെ മാഷ ക്ലാസ് അവസാനിക്കും. മിക്കവാറും അന്വേഷണം ടീച്ചറുടെ ക്ലാസ് ആവും. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. അവസാനിപ്പിക്കണം മാഷ കേട്ടാ. ഓക്കെ, ബൈ.